ഈ നിമിഷത്തിൽ വരുന്ന വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും മുൻകൂർ ജാമ്യം. ബലാത്സംഗ കേസിൽ രണ്ടാം പരാതിക്കാരി കൊടുത്ത മൊഴിയിലും രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളൊരു വാദമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. നേരിട്ട് തന്നെ പരാതിക്കാരിയെ അന്വേഷണ സംഘം കണ്ട് രേഖപ്പെടുത്തിയ മൊഴിയായിരുന്നു. അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി നിലപാടെടുത്തിരിക്കുന്നു എന്ന വിവരമാണ് ഈ നിമിഷത്തിൽ വരുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. നാളെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ രണ്ടാം ഘട്ട സമയത്ത് മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയാണെങ്കിൽ അത് അറസ്റ്റിലേക്ക് കടക്കുമോ എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതായിട്ടുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണയും രാഹുൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ്, ഉഭയസമ്മതപ്രകാരമാണ് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള വാദങ്ങൾ ഏത് തരത്തിലാണോ ആദ്യ പരാതിയിൽ രാഹുലിന്റെ ഭാഗത്തുനിന്ന് നിയമവാദങ്ങൾ ഉന്നയിച്ചത് അതുപോലെ തന്നെയുള്ള വാദങ്ങൾ തന്നെയായിരുന്നു രാഹുൽ ഇത്തവണയും കോടതിയിൽ എത്തിച്ചത്. പക്ഷേ അതിനുശേഷം കൂടിയാണ് രാഹുലിനെതിരായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘം സമർപ്പിച്ചത്. TG സജിത്ത് ചേരുന്നു. സജിത്ത്, പരാതിക്കാരിയുടെ മൊഴിയടക്കമുള്ള തെളിവുകൾ രാഹുലിന്റെ വാദത്തിനു ശേഷം കോടതിയിൽ സമർപ്പിച്ചു. വളരെ വലിയൊരു കുരുക്കിലേക്ക് രാഹുൽ കടന്നേക്കും. മുൻകൂർ ജാമ്യ ഹർജി തള്ളാനുള്ള സാധ്യതകളൊക്കെ വിലയിരുത്തി. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കർശന ഉപാധികളോടെ എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഏത് തരത്തിലാണ് മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുന്നത് രാഹുൽ? അപർണ സൂചിപ്പിച്ചതുപോലെ രാഹുലിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന കോടതി തീരുമാനമുണ്ടാവുന്നത്. രാഹുലിന്റെ മുൻകൂർ ജാമ്യ അപേക്ഷ കോടതി പരിഗണിച്ചു, അത് അംഗീകരിച്ചു. കർശന ഉപാധികൾ, അതായത് അന്വേഷണവുമായി പൂർണ്ണ സഹകരിക്കണം എന്ന നിബന്ധനയാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മറ്റു കൂടുതൽ നിബന്ധനയുടെ വിശദാംശങ്ങൾ കൂടി വരേണ്ടതുണ്ട്. പക്ഷേ രാഹുലിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടായിരുന്നു ഇന്ന് പ്രോസിക്യൂഷന്റെ നീക്കം. പെൺകുട്ടിയെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുക, തടഞ്ഞുവയ്ക്കുക, അതിക്രമിച്ചു കയറുക എന്നീ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കമുണ്ടായത്. പക്ഷേ അത് അംഗീകരിച്ചിട്ടില്ല. ഒപ്പം തന്നെ കൃത്യമായ സമയത്ത് കോടതിയിൽ ഹാജരാവുക അടക്കമുള്ള വ്യവസ്ഥകൾ കൂടി കോടതി ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിൽ ഒളിവിൽ ഉള്ള രാഹുലാണ് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. രാഹുലിന്റെ ഈ ജാമ്യാപേക്ഷ കോടതി അംഗീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശ്വാസം നൽകുന്നതാണ്. ആദ്യ കേസിൽ കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ തീർപ്പായിട്ടില്ലെങ്കിൽ, ഹൈക്കോടതിയിൽ അന്തിമ തീർപ്പായിട്ടില്ലെങ്കിൽ കൂടിയും നിലവിൽ ജാമ്യത്തിന്റെ പരിഗണനയിൽ തന്നെയാണ് രാഹുൽ ഉള്ളത്. ഇത് രണ്ടാമത്തെ കേസിലും മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. പ്രോസിക്യൂഷൻ പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ മൊഴി, ഒപ്പം തന്നെ പെൺകുട്ടി നൽകിയ ചില തെളിവുകളടക്കം ഇന്ന് കോടതിയിൽ കൊണ്ടുവന്നിരുന്നു. പുതിയ വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ടായിരുന്നു പ്രോസിക്യൂഷന്റെ നീക്കം. എന്തായാലും ഇത് രാഹുലിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചിരിക്കുന്നത്. സജിത്ത്, ഏതായാലും നാളെ വോട്ടെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയാണെങ്കിൽ അത് അറസ്റ്റിലേക്ക് നീങ്ങുക, പോലീസ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കുക, ഇത്തരം ചില ഒരുപക്ഷെ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കടന്നേക്കും എന്നുള്ള ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട മൊഴി കൂടിയാണ് പരാതിക്കാരി നൽകിയതെന്നുള്ള സൂചനകളെല്ലാം പുറത്തു വന്നതാണ്. അതിൽ കൃത്യമായ ബലാത്സംഗമാണ് നടന്നിരിക്കുന്നത്, ആ രീതിയിലുള്ള ബലപ്രയോഗമാണ് നടന്നിരിക്കുന്നത് എന്ന് ഉള്ള മൊഴികൾ കൊടുക്കുമ്പോഴും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ലേ ഇത്തവണ മുൻകൂർ ജാമ്യം ഹർജി തള്ളുമെന്ന്? രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ പരാതിക്കാരിയുടെ മൊഴി, അതിൽ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കൂടി മുന്നോട്ട് വെച്ചിരുന്നു പ്രോസിക്യൂഷൻ. മുൻകൂർ ജാമ്യ ഹർജി തള്ളിയേക്കുമെന്നുള്ള ചില വിലയിരുത്തലുകൾ ഇതിന് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. കാരണം നാളെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്ക് കടക്കുന്നതിന് മുൻപ് രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതല്ലെങ്കിൽ അറസ്റ്റിലേക്ക് ഏത് തരത്തിലാണ് പോലീസിന്റെ നീക്കം എന്നുള്ള ചോദ്യം കൂടി ഉണ്ടായിരുന്നു. സജിത്ത്, പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ലേ ഈ തരത്തിലുള്ള കൂടുതൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ കൂടി മുന്നോട്ട് വെക്കുമ്പോൾ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയേക്കും കോടതി എന്നുള്ള ഒരു ആത്മവിശ്വാസം പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായിരുന്നില്ലേ? വലിയ ആത്മവിശ്വാസം പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു. ആദ്യ കേസിനെ അപേക്ഷിച്ച് ഈ കേസിന് അല്പം കൂടി ശക്തമായ ചില എവിഡൻസുകൾ കോടതിക്ക് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതായിരുന്നു പ്രധാനമായും
പ്രോസിക്യൂഷന്റെ ആത്മവിശ്വാസം. പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല. പക്ഷേ രാഹുലിനെ സംബന്ധിച്ച് കർശനമായ നിബന്ധനകൾ, അന്വേഷണവുമായി പൂർണ്ണ സഹകരിക്കണമെന്ന നിബന്ധനകൾ അടക്കം കോടതി മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ രാഹുലിന്റെ ഒളിവ് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നു. അതുതന്നെയാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇപ്പോൾ ഒളിവിലുള്ള രാഹുലിന് ഈ കോടതി നിർദ്ദേശപ്രകാരം ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തേക്ക് വരേണ്ടി വരും എന്ന സാഹചര്യം കൂടിയാണ്. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവേണ്ടി വരും എന്നതുകൂടിയാണ് ഈ കോടതി വിധി ശരിവെക്കുന്ന ഒരു കാര്യം കൂടി. അപ്പോൾ ജാമ്യം കിട്ടിയില്ലെങ്കിൽ കൂടിയും ജാമ്യാപേക്ഷ അംഗീകരിക്കപ്പെടുന്നു എങ്കിൽ കൂടിയും ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുലിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച ഒരു നീക്കം ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് പ്രോസിക്യൂഷൻ വലിയ കോൺഫിഡൻസിലാണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ മുന്നോട്ട് പോയത്. കാരണം രണ്ടാമത്തെ ഈ കേസിൽ യുവതിയുടെ മൊഴി, 23 വയസ്സുകാരി, കേരളത്തിന് പുറത്തുള്ള യുവതി, അവരുടെ മൊഴിയിൽ ഗുരുതരമായ ആരോപണമാണ് രാഹുലിനെതിരെ ഉന്നയിച്ചിരുന്നത്. തന്നെ ബലാത്സംഗം ചെയ്തു, ക്രൂരമായി ബലാത്സംഗം ചെയ്തു, വിവാഹ വാഗ്ദാനം ചെയ്തുള്ള ബലാത്സംഗമാണ്. ഇത് സംബന്ധിച്ചുള്ള തെളിവുകളൊക്കെ, മൊഴിക്ക് പുറമെയുള്ള ചില തെളിവുകളൊക്കെ അന്വേഷണ സംഘം കോടതിക്ക് മുമ്പാകെ എത്തിച്ചിരുന്നു. പക്ഷേ അത് സ്വാഭാവികമായും പ്രോസിക്യൂഷന്റെ ആ വാദം പൂർണ്ണമായി കോടതി അംഗീകരിച്ചില്ല എന്നത് വേണം ഈ ജാമ്യാപേക്ഷ അനുവദിച്ചതിലൂടെയുള്ള കോടതിയുടെ നീക്കത്തിൽ നിന്നും മനസ്സിലാവുന്നത്. എന്തായാലും രാഹുലിനെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്നതാണ്. പക്ഷേ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവേണ്ടി വരും, അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കേണ്ടി വരും, ചോദ്യം ചെയ്യലിന് വിധേയനാവേണ്ടി വരും. ഇതാണ് അന്വേഷണത്തിന്റെ തുടർ നീക്കങ്ങളിൽ പ്രസക്തമാകുന്ന കാര്യം. ഒരു കാര്യം വ്യക്തമാണ്, ഈ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങളിൽ രാഹുലിനെ ചോദ്യം ചെയ്തതടക്കമുള്ള